എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനായിട്ട് ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 ചെറിയുള്ളി ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഇത് വേവാൻ ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. ഇനി ഇതൊരു 4 മുതൽ 5 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിലിൽ ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതും, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മുളക് പൊടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറും കിട്ടും, ഒരു പ്രത്യേക രുചിയും ഉണ്ടാവും. ഇപ്പോൾ ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കാൻ. അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ തീയിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ കറിയും നന്നായിട്ട് കുറുകി നല്ലൊരു രുചിയായിട്ട് വരും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകി നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്